ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞത്, ഒത്തിരി പേര് ഞാൻ അപ്ലോഡ് ചെയ്തതിന്റെ വീഡിയോയിൽ കമന്റ് ആയിട്ട് ചോദിച്ച അവരുടെ കുറച്ച് ഡൗട്ട്സ് ആണ്. എങ്ങനെയാണ് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, പല പല പുതിയ യൂട്യൂബേഴ്സും രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിരുന്നാലും അവരുടെ 4000 വാച്ച് അവർ എന്ന് പറയുന്ന ഒരു സ്വപ്നം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇന്നത്തെ ഞാൻ ഈ വീഡിയോയിലൂടെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയാമെന്നുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ ഈ ഒരു മെത്തേഡ് വഴിയാണ് അവരുടെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി ചാനൽ മോണിറ്റൈസ് ചെയ്തെടുത്തത്. വെറും 10 വീഡിയോ കൊണ്ട് നമ്മുടെ 4000 വാച്ച് അവർ എന്ന് പറയുന്ന ഒരു സ്വപ്നം നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ എങ്ങനെ മോണിറ്റൈസ് ആയെന്നും യൂട്യൂബുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ യൂട്യൂബേഴ്സിന് ഒത്തിരി ഉപകാരപ്പെടുന്ന വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കയറി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ നമ്മുടെ YT സ്റ്റുഡിയോയിൽ നിർബന്ധമായും ഓണാക്കിയിരിക്കേണ്ട 1-2 സെറ്റിംഗ്സിനെ പറ്റിയും, നമ്മുടെ വീഡിയോസിന്റെ അവസാനം എങ്ങനെ എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യാമെന്നും ഐ ബട്ടണൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻഡ് സ്ക്രീനിന്റെ വീഡിയോ ഇതുവരെയും കാണാത്ത ആൾക്കാർ മുകളിൽ ഐ ബട്ടണിൽ അതിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു 10 മിനിറ്റുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു 10 മിനിറ്റുള്ള വീഡിയോ 100 പേര് ഫുള്ളായിട്ട് കണ്ടു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാച്ച് ടൈം എന്ന് പറയുന്നത് 10 × 100,000 മിനിറ്റ് ആണ്. വാച്ച് അവർ അല്ല, മിനിറ്റ്. അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ 2,40,000 മിനിറ്റ് ആണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 2 വീഡിയോസ് വെച്ച് ഇടുകയാണെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 2-2.5 വർഷത്തോളം എടുക്കും. അപ്പോൾ ഞാൻ ഈ പറയുന്ന മെത്തേഡ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 10 വീഡിയോ കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാം. 4000 വാച്ച് അവർ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തെടുക്കാനും കഴിയും. ഞാൻ ഈ പറയുന്ന മെത്തേഡ് നിങ്ങളൊരു 80% മനസ്സിലാക്കി നിങ്ങളുടെ ചാനലിൽ പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു 2-3 മാസം കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഈസി ആയിട്ട് 4000 വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്തെടുത്ത് ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാനും കഴിയും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മെത്തേഡിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു കാറ്റഗറിയെ 3 ആയിട്ട് തിരിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന വീഡിയോസ് ആണോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ വീഡിയോസ് ആയിട്ട് ഇടുന്നത് യൂട്യൂബുമായിട്ടുള്ള ടിപ്സും പിന്നെ ഡേ ഇൻ മൈ ലൈഫും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന, പല പല കാറ്റഗറി കാണും. ട്രാവലിംഗ് വ്ലോഗ് കാണും, കുക്കിംഗ് വ്ലോഗ് കാണും, ലൈഫ് സ്റ്റൈല്, ഫാഷൻ, അങ്ങനെയൊക്കെ പല രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ കാണും. അപ്പോൾ നമ്മൾ ഏത് വീഡിയോസ് ആണോ ചെയ്യുന്നത് അതേ കാറ്റഗറിയിൽ പെടുന്ന വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ നിന്നും സെർച്ച് ചെയ്യുക. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, മില്യൺ സബ്സ്ക്രൈബേഴ്സോ ലാക്കോ ഉള്ള ആൾക്കാരുടെ ചാനൽ അല്ല. നമ്മൾ ഒരു 10,000 മുതൽ ഒരു 20,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇപ്പോൾ തുടങ്ങിയ അത്യാവശ്യം ഗ്രോ ചെയ്യുന്ന ആൾക്കാരുടെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട്, അപ്പോൾ അവർ ഏത് ടൈപ്പ് വീഡിയോസ് ആണോ അവർക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് എന്ന് നോക്കുക. അപ്പോൾ ആ വീഡിയോസ് നമ്മളൊരു 10-20 എണ്ണം പല ആൾക്കാരെയും സെർച്ച് ചെയ്ത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി മറ്റൊരു കാര്യവും കൂടെ പറയാം. നിങ്ങൾ മറ്റുള്ള ചാനലിലെ വീഡിയോസ് അതുപോലെ കോപ്പി ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണം എന്നല്ല പറയുന്നത്. കോമൺ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് ഏത് സബ്ജക്റ്റിനാണെന്ന് നോക്കുക. അതിൽ നമ്മുടെ ഐഡിയാസും കൂടെ ചേർത്ത് നമ്മൾ ഒരു നോട്ട് തയ്യാറാക്കി വെക്കുക. പിന്നെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്ന മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു തെറ്റാണ്, ഒരു 2-3 വർഷത്തിന് മുമ്പ് അവർ അപ്ലോഡ് ചെയ്ത വീഡിയോസ് അവർ സെലക്ട് ചെയ്ത് വെക്കുന്നു എന്നുള്ളത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 6 മന്തിനകത്തുള്ള വീഡിയോസ് നമ്മൾ സെലക്ട് ചെയ്ത് നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം 2-3 വർഷത്തേക്ക് മുമ്പുള്ള സ്റ്റൈലോ ടിപ്സോ ഒന്നും ആയിരിക്കില്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കാറ്റഗറിയിൽ അവർ ചെയ്ത വീഡിയോസ് സെലക്ട് ചെയ്ത് നമ്മൾ ഒരു നോട്ട് തയ്യാറാക്കി വെക്കുക. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം. ഇപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത 20 ചാനലിൽ നിന്നും 20 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് ഒരു 10 വീഡിയോയുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക.
അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ 10 വീഡിയോസിന്റെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക. നിങ്ങൾ പിന്നെയും ശ്രദ്ധിക്കുക, 1 by 1 ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഞാനിപ്പോൾ യൂട്യൂബുമായി ബന്ധപ്പെട്ട ടിപ്സിനെ പറ്റിയൊക്കെ വീഡിയോസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഞാൻ പെട്ടെന്ന് എന്താണ് ROE, എന്താണ് RPM, എന്താണ് അനലിറ്റിക്സ്, അങ്ങനെയൊക്കെ ചെയ്താൽ ആർക്കും അത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഓർഡർ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാലേ നമ്മുടെ വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സിന് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ റാൻഡംലി നമ്മൾ ഓരോന്ന് ചെയ്തു പോയാൽ അവരെല്ലാവരും നമ്മുടെ വീഡിയോസ് തുടർച്ചയായിട്ട് കാണണമെന്നില്ല. ഇനി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആണ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ എങ്ങനെ ഓപ്പൺ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്, അതിനൊരു ടൈം എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത്, പിന്നെ നമ്മുടെ എങ്ങനെ വ്യൂസ് നമുക്ക് കൂട്ടിയെടുക്കാം, അതുവഴി എങ്ങനെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാം, അങ്ങനെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓർഡർ ആയിട്ട് നമ്മൾ ചെയ്തു വന്നാൽ മാത്രമേ നമ്മൾ കാണുന്ന വ്യൂവേഴ്സിനും അതിനെപ്പറ്റി ഒരു അറിവുണ്ടായിട്ട് അവരും അത് കാണാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓർഡറിൽ നമ്മൾ വീഡിയോസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് പറ്റിയ തെറ്റ് മറ്റൊരാൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തുടക്കകാലത്ത് എനിക്കും ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. നമ്മൾ റാൻഡംലി ആയിട്ട് ഓരോ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1 കൊല്ലമൊക്കെ ആയി. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മുടെ ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പിന്നെ ഓർഡർ ആയിട്ട് 1 by 1 ആയിട്ട് നിങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നോട്ട്സ് നന്നായിട്ട് ഷൂട്ട് ചെയ്ത് നന്നായിട്ട് എഡിറ്റ് ചെയ്ത് അതുപോലെ നല്ലൊരു തമ്പനെയിലൊക്കെ ഉപയോഗിച്ച് ഒരു ടൈമും കൂടെ കീപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് 3ാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. ഇവിടെയാണ് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ടൈം ശ്രദ്ധിക്കേണ്ടത്. തുടക്കത്തിൽ ഒരാഴ്ചയിൽ നമുക്ക് 3 വീഡിയോസ് വെച്ച് അപ്ലോഡ് ചെയ്യാം, കുഴപ്പമില്ല. ഈ സമയത്ത് പലരും പറഞ്ഞു തരും നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വ്യൂസ് കിട്ടുള്ളൂ, നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുള്ളൂ എന്നൊക്കെ. പേഴ്സണലായിട്ട് ഞാൻ അതിനോട് അധികം യോജിക്കുന്നില്ല. കാരണം അവർ പറയുന്നത് തെറ്റൊന്നുമല്ല. നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്ത് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് 1-2 വീഡിയോ നല്ല വീഡിയോസ് സെലക്ട് ചെയ്ത് നന്നായിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോസിന് കിട്ടുന്ന വ്യൂസ് നമ്മൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യൂസിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ 10 വീഡിയോസ് 1-2 മാസം കൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും. അത് കഴിഞ്ഞാലും ഞാൻ ഈ പറഞ്ഞ ഒരു പ്രൊസീജിയർ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുവഴി നമ്മുടെ ചാനൽ നമുക്ക് ഗ്രോ ചെയ്ത് എടുക്കാനായിട്ട് ഉറപ്പായിട്ടും സാധിക്കും. നമ്മുടെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാം. അതുപോലെ ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവരുടെ കണ്ടന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവരുടെ ടൈറ്റിലോ തമ്പനെയിലോ അതുപോലെ എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി വേണം ടൈറ്റിലും തമ്പനെയിലൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും നമുക്ക് ഗ്രോ ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. ഞാനിപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ആ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുള്ള ആൾക്കാർ താഴെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. എനിക്ക് മാക്സിമം അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക. കൂടെ നമ്മുടെ ലൈവും കൂടെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു സമയക്രമം പാലിച്ച് ലൈവും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനും പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, ഇതൊന്നും അറിഞ്ഞുകൂടാതിരുന്ന സമയത്ത് ഞാനും ലൈവും കൂടെയൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷനും ആക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾ അത് താല്പര്യമുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് നമുക്ക് ഗ്രോ ചെയ്ത് മോണിറ്റൈസ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.